ദീനിൽ ഹുക്കും പറയുന്ന മുഫ്തി ആയിട്ടുള്ള ആൾ, ഫത്വ നൽകുന്ന ആൾ, ഇസ്ലാമിക വിധി പറയുന്ന ആൾക്ക് തെറ്റും സംഭവിക്കും ശരിയും സംഭവിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ പറഞ്ഞു എന്നുള്ളത് നമുക്ക് ഒരിക്കലും തെളിവല്ല. എത്ര വലിയ പണ്ഡിതനായിക്കോട്ടെ, ഒരു പണ്ഡിതൻ പറഞ്ഞു അതിനെന്തില്ല, തെളിവുകളില്ല. തെളിവുകളിൽ നിന്നും കാലിയായിട്ടുള്ള സംസാരമാണെങ്കിൽ, ഇസ്ലാമിക വിധികളാണെങ്കിൽ അതിന് നമ്മളെടുക്കൽ സ്വീകാര്യതയില്ല. അത് എത്ര വലിയ പണ്ഡിതനായാലും ശരി, ജീവിച്ചിരിക്കുന്നവരായിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത ആളുകളൊക്കെ എന്താണ്, മഅസൂമിങ്ങളല്ല. അതുകൊണ്ടാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹിനെ തൊട്ടിട്ടൊക്കെ ഉദ്ധരിച്ചിട്ടുള്ളത് കുല്ലു യൂഖദു മിൻ ഖൗലിഹി വയുറദ് ഇല്ലാ സാഹിബ് ഹാദിൽ ഖബർ. അദ്ദേഹം പറയാണ് എല്ലാ ആളുകളുടെയും സംസാരം എടുക്കപ്പെടും, അതുപോലെ തന്നെ തള്ളപ്പെടുകയും ചെയ്യും. ആരൊഴിച്ച് ചെയ്യുന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിച്ച്. അപ്പോൾ പണ്ഡിതന്മാർക്ക് പിഴവുകൾ സംഭവിക്കും. അപ്പോൾ നമ്മളെ മേൽ ബാധ്യതയായിട്ടുള്ളത് ആ പണ്ഡിതൻ പറഞ്ഞതിൽ എന്താണ് തെളിവ്. അപ്പോൾ നമുക്ക് തന്നെ പല വിഷയങ്ങൾ നോക്കാൻ പറ്റും. ഈ പണ്ഡിതൻ എങ്ങനെയാണല്ലോ പറയുന്നത്, ഈ പണ്ഡിതൻ എങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പോൾ എന്താ, നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാന്നാണോ? ഇളവുകൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമുള്ളത് നോക്കി എടുക്കലാണോ? അല്ല, മറിച്ച് നമ്മൾ നോക്കണം ഈ പണ്ഡിതന്മാരിൽ ആര് പറഞ്ഞതാണ് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നത്, ആര് പറയുന്നതിനെയാണ് തെളിവുകൾ പിന്താങ്ങുന്നത്, ആ അഭിപ്രായമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അതാണ്. പല വിഷയങ്ങളിലും പല കക്ഷികളും ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ സെലഫി പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളായിരിക്കും. നമുക്കറിയാം പണ്ഡിതന്മാർക്ക് പിഴവുകൾ സംഭവിക്കും. ചില സെലഫുകൾ പറഞ്ഞിട്ടുള്ള എന്താണ്, പണ്ഡിതന്മാർക്ക് സംഭവിക്കുന്ന പിഴവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പലിന് ബാധിക്കുന്ന പിളർപ്പ് പോലെയാണ്. അതായത് ഒരു കപ്പലിന് പിളർപ്പ് ബാധിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, കപ്പൽ മൊത്തത്തിൽ മുങ്ങിപ്പോകും. അപ്പോൾ അദ്ദേഹം പറയണം അതുപോലെ ജനങ്ങൾ എന്ത് ചെയ്യും, ആ പിഴവിൻ്റെ കൂടെ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മുങ്ങിപ്പോകുന്ന പോലെ ജനങ്ങൾ എന്ത് ചെയ്യും, ദീനിൽ നിന്ന് തെറ്റിപ്പോകും. അപ്പോൾ നമുക്ക് ഷെയ്ഖ് ഉസൈമീൻ പറഞ്ഞു, അല്ലെങ്കിൽ ഷെയ്ഖ് ബിൻ ബാസ് പറഞ്ഞു, അല്ലെങ്കിൽ ഷെയ്ഖ് ഫൗസാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഷെയ്ഖ് യഹ്യ പറഞ്ഞു, ഇതൊന്നും നമുക്ക് തെളിവുകളില്ലെങ്കിൽ എന്തില്ല, നമുക്ക് തെളിവല്ല. ആരുടെ സംസാരത്തിനാണോ ഇസ്ലാമ വിധിക്കാണോ തെളിവുകൾ പിൻബലം നൽകുന്നത് അത് നമ്മൾ എന്ത് ചെയ്യും, സ്വീകരിക്കും. അപ്പോൾ എന്തൊക്കെ വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളിലൊക്കെ ഒരു പണ്ഡിതൻ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും തെളിവല്ല. മറിച്ച് ആ പണ്ഡിതൻ പറഞ്ഞിട്ടുള്ളതിൽ തെളിവുണ്ടോ, അത് തെളിവിന് പിന്താങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ആ പണ്ഡിതന് പിഴവ് സംഭവിച്ചു. അത് അഖീദപരമായിട്ടുള്ള വിഷയം എന്നല്ല എന്നുണ്ടെങ്കിൽ ആ പണ്ഡിതൻ സെലഫി ആയിട്ട് തന്നെ തുടരും. എന്നാൽ അഖീദപരമായിട്ടുള്ള മനഹജി ആയിട്ടുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ രീതിയിലാണ് പണ്ഡിതന്മാർ കൈകാര്യം ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അദ്ദേഹം വലിയ പണ്ഡിതനാണ്, അദ്ദേഹത്തിന് എന്ത് പറ്റിയിരിക്കുന്നു, തെറ്റ് സംഭവിച്ചിരിക്കുന്നു ഈ വിഷയത്തിൽ എന്ന് പറയും. അപ്പോൾ നമുക്ക് എന്തില്ല, ആ തെറ്റിനെ പിൻപറ്റാനുള്ള യാതൊരു ഇളവുമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ വിഷയങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അന്വേഷിക്കണം, ഇതിലെന്താണ് ശരിയെന്ന് നമ്മൾ നോക്കണം.